നമസ്കാരം. ഇന്നലത്തെ വീഡിയോയുടെ ബാക്കി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ എവിടെയാണ് നിർത്തിയത്? പഹൽഗാമിലേക്ക് പോകുന്ന വഴി നമ്മൾ ഔറ വേലിയിലേക്ക് പോവുകയാണ്. പഹൽഗാമിലെ കഴിഞ്ഞ വർഷമാണ് ആക്രമണം നടന്നിട്ടുണ്ടായിരുന്നത്. പഹൽഗാമിലാണ് ആക്രമണം നടന്നിട്ടുണ്ടായിരുന്നത്, ബൈസൺ വേലിയിലാണ്. ഇപ്പോൾ അവിടേക്ക് ടൂറിസ്റ്റുകളെ അനുവദിച്ചിട്ടില്ല, അതായത് ആക്രമണം നടന്ന സ്ഥലത്തേക്ക്. അത് ഭയങ്കര രസമുള്ള സ്ഥലമെന്നാണ് പറയുന്നത്. അതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ വേറെ, ബൈസൺ വാലിയുടെ അടുത്തുള്ള മറ്റ് സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വിസിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ നേരെ പോകുന്നത് ഔറ വേലിയിലാണ്. ഭയങ്കര മഴ, രാവിലെ ഇറങ്ങിയപ്പോഴേ നല്ല മഴയുണ്ടായിരുന്നു. തിരിച്ച് വരുന്ന വഴിക്ക് വലിയ മഴ ഉണ്ടായിരുന്നില്ല, നല്ല വെയിലായിട്ട് നിന്നു. ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയതിൻ്റെ കാർമേഘം എല്ലാം കറുത്തിരുണ്ട്. പിന്നെ അങ്ങോട്ട് മഴയോട് മഴ. അരുവികളൊക്കെ നമ്മൾ വന്നപ്പോൾ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, കുറേശ്ശെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് നിറഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ 5 മിനിറ്റ് മഴ പെയ്യുന്നുണ്ടെങ്കിലും 5 മിനിറ്റ് വെയിലായിട്ട് വരികയാണ്. വെയിലെല്ലാം മഴ മാറുന്നുണ്ട്. അങ്ങനെ ഒരു ആശ്വാസത്തിലേക്കാണ് ഔറ വേലിയിലേക്ക് പോകുന്നത്. പഹൽഗാം മെയിൻ ടൗണിൽ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ടേക്ക് പോകണം. പക്ഷെ ഭംഗി, മഴ കൂടെ പെയ്ത് അരുവിയിൽ നിന്ന് ഇറങ്ങിക്കൂടെ ഒഴുകുന്ന കണ്ടപ്പോൾ ഉള്ള ഭംഗി ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. നമ്മൾ ഔറ വേലി എത്തിയിട്ടുണ്ട്. പഹൽഗാമിലെ ബൈസൺ വാലിയിൽ അവിടെ വേറെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. അത് മറ്റേ കുതിരപ്പുറത്ത് കയറിയിരുന്ന് പോകണം കേട്ടോ. സത്യമായിട്ടും കുതിരപ്പുറത്ത് കയറി പോകാൻ വയ്യ. സ്ഥലം കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, അതിൻ്റെ മുകളിൽ കയറി പോകാൻ വയ്യ. അതുകൊണ്ട് ഇവിടെയൊക്കെ 1-2 സ്ഥലങ്ങൾ കണ്ടിട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ ഔറ വേലി എത്തിയിട്ടുണ്ട്. ഇവിടെ എന്താണെന്ന് അറിയില്ല. നല്ലൊരു മഴയൊക്കെ പെയ്ത് മാറി നിൽക്കാൻ. അടുത്ത മഴയ്ക്ക് മുന്നേ ഇവിടെ കണ്ടിട്ട് കയറണം. ഇവിടെ മലയാളീസിൻ്റെ ഒക്കെ സംസാരം കേട്ടോ. ഇവിടെയെങ്കിലും അല്ലേ കാണുന്ന സ്ഥലം? കോടയിൽ പോവാൻ ഔറ വേലി എന്നൊക്കെ പറയുന്നു. ആൾക്കാർക്ക് അവിടെ നിൽക്കുന്നു. എവിടെയാണോ എന്തോ, ഇവിടെ കേവ് ഒക്കെ ഉണ്ട്. അവിടെ എഴുതി വെച്ചേക്കണേ കേവ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചേക്കണേ. ആരും കുതിരപ്പുറത്ത് പോകണം കാണില്ലല്ലോ. ഇന്നലത്തെ വീഡിയോയിലും വോയിസ് കുറച്ചൊക്കെ കട്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അത് ഞാൻ കാറിൽ കണക്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു ഫോണ്. എന്നിട്ട് മൈക്ക് കൂടെ വയ്ക്കുമ്പോൾ അത് മൈക്കിലൂടെ അല്ല കേൾക്കുന്നത്, കാറിലെ വോയിസിലൂടെയാണ് കേൾക്കുന്നത്. അതുകൊണ്ടാണ് ചില ക്ലിപ്പുകളിൽ വോയിസ് കുറവായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ മൈക്കിനും തണുപ്പൊക്കെ അടിച്ചപ്പോൾ എന്തോ ചെറിയൊരു കംപ്ലൈൻറ്റ് പോലെ. ഇനി നാട്ടിൽ ചെന്നിട്ട് വേണം സർവീസ് ചെയ്യാനായിട്ട് കൊടുക്കാനായിട്ട്. പല വോയിസും എനിക്ക് കട്ടായിട്ടാണ് കിട്ടുന്നത് കേട്ടോ. മഴ പെയ്തതുകൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അത്യാവശ്യമല്ല, നല്ല രീതിയിൽ തണുപ്പുണ്ട് കേട്ടോ. മഴ പെയ്താൽ പിന്നെ നമുക്ക് എങ്ങോട്ട് ഇറങ്ങാനും ഒരു മാതിരിയല്ലേ. റോഡൊക്കെ നനങ്ങി. ഇവിടെ നിറയെ കുതിരകളും കഴുതകളൊക്കെ കേട്ടോ. അതിൻ്റെ ചാണകമൊക്കെ വീണിട്ട് ഒരു വൃത്തിയില്ലാണ്ട് മഴ പെയ്തപ്പോൾ ഉള്ളൊരു ഇത് പറഞ്ഞതാണ് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ ഒരു വല്ലാതെ നമുക്ക് ഒട്ടും ഒരു സുഖം തോന്നില്ല. പക്ഷേ കാണുന്ന ബ്യൂട്ടി അത് പറയാതിരിക്കാൻ വയ്യ. നടന്നു പോകുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞത്. അത് ഇവിടുത്തെ ആരുടെയും കുഴപ്പമില്ല, മഴ പെയ്തപ്പോൾ ഉള്ള ആ ഒരു ഇതാണ് പറഞ്ഞതേ. അപ്പോൾ കൂടെ വേണോ എന്ന് എല്ലാവരും ചോദിക്കുകയാണ്. മാത്രമേ പോവുള്ളൂ, വേണ്ട വേണ്ട വേണ്ട. നമുക്ക് അതിനകത്ത് കയറി കുറച്ച് ഫോട്ടോയും വീഡിയോ എടുത്തിട്ട് പോകാം. ഉള്ളിലേക്ക് കയറാനായിട്ട് ടിക്കറ്റ് ഉണ്ട്, എൻട്രി ഫീ ഉണ്ട്. 30 രൂപയാണ് ഒരാൾക്ക്. പിന്നെ കുതിരപ്പുറത്ത് കൊണ്ടുപോകാൻ 500 രൂപ വെച്ച് ഒരാൾക്ക് സെറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയോ കുറേ സ്ഥലങ്ങൾ കാണാനുള്ളത് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുതിരപ്പുറത്ത് 500 രൂപയ്ക്ക് അത്രയും സ്ഥലങ്ങൾ ഇതുവരെ വന്നേയില്ലേ, ഇനി കാണാതെ പോകണ്ടെന്ന് എഴുതി പോകാൻ നോക്കിയപ്പോൾ അവർ ആ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ മാത്രമേ 500 രൂപയ്ക്ക് കൊണ്ടുപോകത്തുള്ളൂ കേട്ടോ. അത് നഷ്ടം. അതുകൊണ്ട് പിന്നെ വേണ്ടാന്ന് വെച്ചു. ഔറ വേലി ഇവിടെ നിന്ന് കുറച്ചുകൂടെ പോണത് ഫിലിമൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞു. അവിടെ മാത്രമേ അത് കൊണ്ടുപോകത്തുള്ളൂ. പിന്നെ അവിടെ കേവോ എന്തൊക്കെയോ കുറേ കാര്യങ്ങളുണ്ട്, അതൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ അതൊരു വേർത്തായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കുതിരപ്പുറത്ത് കയറിയില്ല. അതേ ഒരു കഷ്ടപ്പാടാണ് ഈ കുതിരപ്പുറത്ത് പോവാന്ന് പറയുന്നത് തന്നെ. എന്നിട്ടും കരുതി ഇത്ര വരെ വന്നതല്ലേ, കഷ്ടപ്പാടെങ്കിൽ കഷ്ടപ്പാട്. ഈ ബോർഡിൽ കൊടുത്തിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും പോവുകയാണെങ്കിൽ പോവാന്ന്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളും പോകുന്നില്ല, പിന്നെ എന്തിനാ ഇപ്പോൾ കയറി പോകുന്നത്? ഇവിടെ നിന്ന് അത്യാവശ്യം കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് കരുതി. നല്ലൊരു വ്യൂ പോയിൻ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ ദൂത് പത്രിയൊക്കെ പോയതുപോലെ നല്ലൊരു വ്യൂ പോയിൻ്റ് ആയിരുന്നു. കൊള്ളാം കേട്ടത്. വേറൊരു ഭംഗി ദൂത് പത്രി പോലെ തന്നെ, പക്ഷേ ഇവിടെ കുറച്ച് നല്ല വാട്ടർഫോൾസ് ഇങ്ങനെ അരുവി പോലെയൊക്കെ ഉണ്ട്. മഴ പെയ്തുകൊണ്ട് നല്ല രീതിയിൽ വെള്ളമുണ്ട് കേട്ടോ. അടുത്ത മഴയ്ക്ക് മുമ്പ് അടുത്ത സ്പോട്ടിൽ പോകണം നമുക്ക്. ഇവിടെ ഇത്ര തന്നെ കാണാനായിട്ടുള്ളത്. പഹൽഗാം ഒക്കം വന്നു പോനീന്. ഇന്ന് കാറെ കിടന്ന് ഉറങ്ങാൻ പറ്റിയില്ല. 5 മിനിറ്റ് ഇങ്ങനെ കിടന്ന് ഉറങ്ങി വരണതും ആപ്പിൾ തോട്ടം, ഉറങ്ങി വരണതും ബാറ്റ് ഫാക്ടറി, ഉറങ്ങി വരണതും ഡ്രൈ ഫ്രൂട്ട്സ് ഫാക്ടറി. ട്രെൻഡിങ് സോങ് ഇല്ലേ ഇൻസ്റ്റാഗ്രാമിലെ, ഞാൻ എവിടെയെല്ലാം പറഞ്ഞു ഇടറി. പഹൽഗാമിൽ വന്നിട്ട് ഞാൻ എടുക്കുള്ളൂ. ഒരേ ഭാഷയായിരുന്നു. വീഴരുത്.
അപ്പോൾ ഇവിടെ വന്നപ്പോൾ നെറ്റ്വർക്ക് കിട്ടണില്ല റീൽസ് ചെയ്യാനായിട്ട്. മറ്റേ ഫോണൂടെ ഓക്കെ, അതുകൊണ്ട് വിഷമിച്ച് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇവിടെ ഇത്രേ കാണാനുള്ളൂ. നമ്മൾ ഒരുപാട് മലയാളീസ് മലയാളം സംസാരിക്കുന്നുണ്ട്. ആരും എൻ്റെ വീഡിയോസ് കാണുന്നവരെല്ലാം തോന്നുന്നു. ആരും എന്നോട് വന്ന് മിണ്ടിയില്ല. പോടി. അപ്പോൾ വേറൊന്നും ഇവിടെ കാണാനില്ല, നമുക്കിനി പോവാം. നമ്മുടെ ഒന്നും ഇല്ലടാ. ഒന്നാമത് മഴയും കൂടെ പെയ്തപ്പോൾ ഒരു മാതിരി. നമ്മൾ കാറ് കയറിയതും അടുത്ത മഴ വീണ്ടും തുടങ്ങി കേട്ടോ. മഞ്ഞിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് കാണാൻ പറ്റും. മിസ്റ്റ് ഇങ്ങനെ ഇപ്പോൾ പോകൊണ്ടിരിക്കുന്നത്. രക്ഷപ്പെട്ടു നമ്മൾ കയറിയതിന് ശേഷം മഴ പെയ്തത്. ഓ അടിപൊളി. ഓരോ വേലിയെക്കാട്ടിയൊക്കെ കൊള്ളാല്. മഴയും കൂടെ പെയ്തപ്പോൾ മഞ്ഞ് പോണ നോക്ക്. ഓ താഴെ വെള്ളം പോണത് സൂപ്പർ. ഇതൊരു വ്യൂ പോയിന്റ് ആണെന്ന് പറയും. ഫോട്ടോയൊക്കെ എടുക്കാം, എല്ലാം എടുക്കാൻ പറ്റുന്ന. ആ സൈഡൊക്കെ നല്ല ഭംഗിയുണ്ട്. മൊത്തത്തിൽ കൊള്ളാൻ കേട്ടോ, നല്ല രസമുണ്ട്. സൂപ്പർ. അവിടത്തെ കാട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു, ആറോ വേലിയെക്കാട്ടി. ഇത് പെഹൽഗാമിലെ മാർക്കറ്റാണ്. മഴയുണ്ട്, ഇവിടെ നിർത്തി തരാമെന്നാണ് ആസിഫ് പറഞ്ഞത്. പക്ഷെ മഴയുണ്ട്, നമ്മൾ നിർത്തണ്ടെന്ന് പറഞ്ഞു. നിർത്തിയിട്ട് ഇവിടെ എന്തോന്ന് കാണാനായിട്ട്. മഴയില്ലായിരുന്നെങ്കിൽ പിന്നെ നമുക്ക് സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. പിന്നെ ഷോപ്പിംഗ് ഒന്നുമില്ല കേട്ടോ. വണ്ടിയിലൊരു ശകലം പോലും സ്ഥലമില്ല. ഓറ വേലി കണ്ട് തിരിച്ച് പോകും വഴിയാണ് പെട്ര വേലി. അവിടേക്കാണ് പോകുന്നത്. മഴ ഒരു രക്ഷയില്ല. ഇവിടെയും ഒരു എൻട്രി ഫീ ഉണ്ട്. 50 30 എന്തോ ആണ് കേട്ടോ. ഇത് 100 എന്തോ ആണ്. മഴ ഒരു രക്ഷയില്ലാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒന്ന് കയറി കണ്ടിട്ട് പോകാമെന്ന് കരുതി. താഴോട്ട് പാർക്കിങ്ങിൽ ഇറങ്ങിയതും ഭീകര തിരക്കം. മഴ ഒരു രക്ഷയില്ലാത്ത മഴ കേട്ടോ. പക്ഷെ കണ്ടിട്ട് ആ സ്ഥലം വളരെ വ്യത്യാസമുള്ളൊരു സ്ഥലം. നമ്മൾ ഇത്രയും നേരം കണ്ടതിൽ നിന്നും വ്യത്യസ്തമായൊരു സ്ഥലം പോലെ തോന്നിയതുകൊണ്ട് എന്തായാലും ഇറങ്ങിയിട്ട് പോകാൻ തരും. ഒരു 5-10 മിനിറ്റ് കാറിലിരുന്നാലും മഴ അങ്ങ് മാറും. മഴ മാറിയിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞിരുന്നപ്പോഴേക്കും മഴയ്ക്ക് വലിയ അനക്കമൊന്നുമില്ല, അതുപോലെ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഈ കാറിൽ ഈ കാർ പാർക്കിങ്ങിന് വേണ്ടി ക്യൂവിൽ കിടക്കുമ്പോൾ കുറേ പയ്യന്മാർ വന്നിട്ട് കോടയിൽ പോകണോ, വണ്ടി പോകണോ, കുടയുണ്ട്, ഒരു വണ്ടിയുണ്ട്, ആ വണ്ടിയിൽ പോകാൻ ഒരാൾക്ക് 500 രൂപ വെച്ചാണ് വണ്ടിയിൽ കൊണ്ടുപോയി എല്ലാം കാണിക്കാമെന്നൊക്കെ പറഞ്ഞ്. അപ്പം നമ്മൾ കാർ ഇറങ്ങിയപ്പോഴേക്കും ചെറിയ രീതിയിൽ മഴയൊക്കെ മാറി. അപ്പോൾ പിന്നെ ആ വണ്ടിയിൽ കയറി പോകാം. കോടയൊന്നും വേണ്ട, മഴയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കേൾക്കാതെ, മഴയൊന്നും കുഴപ്പമില്ല, കോടയെ കൊണ്ടുപോകാം, അമ്പർല പിടിച്ച് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് 3 പേർക്ക് 3 അമ്പർലയൊക്കെ തന്നു കേട്ടോ. ഒരു എൻട്രി ഫീ ഉണ്ടായിരുന്നു വീണ്ടും ഇതിനകത്തേക്ക് കയറാനായിട്ട്. അത് 100 രൂപ വെച്ചാണോ എനിക്ക് ഓർമ്മയില്ല, എത്ര രൂപ വെച്ചാണോ എൻട്രി ഫീ എടുത്ത് കയറിയപ്പോഴേക്കും മഴ വീണ്ടും ഭയങ്കര മഴ കേട്ടോ. അവർ ഒരു സൈക്കിൾ പോലത്തെ ഒരു സാധനത്തിൽ ഇരുത്തി കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത്. ഇതാണ് പഷ്മിന കോട്ടെന്ന് അവർ പറഞ്ഞത്. എനിക്കറിയില്ല, ഇതാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ. ഇതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാം. അതിന് നമ്മൾ പൈസ കൊടുക്കുമ്പോൾ ഫോട്ടോയൊക്കെ എടുക്കാം. അതിന് വേണ്ടിയാണ് എന്നെ കൊണ്ട് നടക്കുന്നത്. ഓക്കെ, പറഞ്ഞു വന്നത് അങ്ങനെ ആ സൈക്കിൾ പോലത്തെ സാധനത്തിൽ ഇരുത്തി കൊണ്ട് പോവാം, അല്ലെങ്കിൽ ഗോഡയുടെ പുറത്തൊക്കെ ഇരുത്തി പോകാമെന്ന് നോക്കിയപ്പോൾ ഗോഡയുടെ പുറത്തിരിക്കാനും പറ്റില്ല, സൈക്കിളിൻ്റെ പുറത്തിരിക്കാനും പറ്റത്തില്ല. നല്ല മഴ കേട്ടോ. അപ്പോൾ ഗോഡയുടെ പുറത്താണെങ്കിൽ ട്രക്കിംഗ് പോലെ വെള്ളത്തിൽ കൂടെയൊക്കെയാണ് ഗോഡ നടന്ന് അപ്പുറ സൈഡിലൊക്കെ പോകും എന്നൊക്കെ ഇങ്ങനെ ആസിഫ് പറഞ്ഞു കേട്ടോ. പക്ഷെ ഒന്നും ചെയ്യാൻ പാടില്ല, ഭയങ്കര മഴ. തണുത്തിട്ടാണെങ്കിൽ നിൽക്കാനും പാടില്ല കേട്ടോ. എന്നാലും ഇതുവരെ വന്നതല്ലേ, രണ്ടും കൽപ്പിച്ച് പോവാം. ഇപ്പോൾ വലിയ മഴ ഉണ്ടായിരുന്നില്ല, മഴ നന്നായിട്ട് പെയ്ത് നിന്നത് അങ്ങ് പൊടിഞ്ഞ് മാറി കേട്ടോ. അപ്പോൾ അവർ സൈക്കിളൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞ് സൈക്കിളിലൊന്നും ഇരുന്ന് പോയാൽ ശരിയാവത്തില്ല, നമുക്ക് നടന്ന് പോവാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഇറങ്ങിയെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും, ഒരു കുടയ്ക്ക് 100 രൂപ വെച്ച് തരൂ, നിങ്ങൾ 3 പേര് ഈ കുട കൊണ്ടുപോകും, സൈക്കിൾ വേണ്ടെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞു. സൈക്കിളല്ല, ഒരു ഉന്ത് വണ്ടി പോലത്തെ ഒരു സാധനമേ. അങ്ങനെ ആ വണ്ടിയെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ കുടയിൽ പോവാണ്. ഒരുപാട് പേര് ആ വണ്ടിയിൽ കയറി പോകുന്നുണ്ട് കേട്ടോ. വീഡിയോസ് എടുത്തുതരാം, റീൽസ് എടുത്തുതരാം, ഭയങ്കര രസമാണ്. ഇതാണ് ആ വണ്ടി കേട്ടോ. ഈ വണ്ടിയിലിരുത്തി കൊണ്ടുപോകാൻ 500 രൂപയാണ് പറഞ്ഞത് കേട്ടോ. വണ്ടിയിലൊന്നും ഇരിക്കാൻ തോന്നണില്ല. ജസ്റ്റ് ഒന്ന് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് കുടയ്ക്ക് 100 രൂപ വെച്ച് കൊടുത്താൽ മതി, നടന്നു പോയി കാണാൻ പറയും. അങ്ങനെ നടന്നു പോയി കാണുക. അതെന്തോ നാടത്, പക്ഷെ നല്ല രസമുള്ള സ്ഥലമായിരുന്നു കേട്ടോ. നമുക്ക് മിസ്സായി, നല്ല മഴ. ഫോട്ടോ എടുക്കാൻ നിർത്തിക്കണെന്ന് തോന്നുന്നു. ബക്കരി ഹേ പഷ്മിന ഗോട്ട്. വേണ്ട നോ പാവാൻ ഒരുക്കി നിർത്തിക്കണ നോക്ക്. നല്ല സ്ഥലമായിരുന്നു കേട്ടോ, നല്ല രസമുണ്ട്. പക്ഷെ മഴയായിപ്പോ അല്ലേ,
ആ ഓറോ വേലിയെക്കാട്ടി കൊള്ളായിരുന്നു. ബീറ്റ വേലി. ഇന്നലെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മഴ കാണിച്ചു തരാമെന്ന്. പക്ഷെ ഇങ്ങനത്തെ മഴയായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഗൈസ്. കുറയുമെന്നാണ് കരുതിയത്, പക്ഷെ മഴ കുറഞ്ഞില്ല. അടിപൊളി സ്ഥലമായിരുന്നു, പക്ഷെ നമുക്ക് അത്രയ്ക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അത്രയ്ക്കും മഴ, തണുപ്പ്, കൈയൊക്കെ മരവിക്കണം. പാവം വേദയ്ക്കാണെങ്കിൽ കുട വെയിറ്റ് കാരണം പിടിക്കാൻ പോലും പറ്റണില്ല. നല്ല സ്ഥലം. ഇതിപ്പോൾ മഴ പെയ്തോണ്ടാന്ന് തോന്നണം കേട്ടോ ഇത്രയും വെള്ളം. ഓ കാറ്റും കൂടെ. ഫോട്ടോ ഒക്കെ എടുക്കാൻ സൂപ്പറായിരുന്നു. ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളിയായിരുന്നു, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ മറ്റേ പോണി വെള്ളത്തിലൂടെ നടക്കുമായിരുന്നു. ഇവിടെ നിന്ന് ഇറങ്ങി അപ്പുറം ക്രോസ് ചെയ്തൊക്കെ പോകുമായിരുന്നു, പക്ഷെ വെള്ളമൊക്കെ ഭയങ്കരമായിട്ട് കൂടി. നല്ല അടിപൊളി സെറ്റ് സ്ഥലം കേട്ടോ. പഹൽഗാമിൽ വരികയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യുക ബീറ്റ വേലി. എൻ്റെ അമ്മ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ മഴയായിപ്പോയി. മഴയത്ത് ഏതാന്ന് പോലും ശരിക്കും കാണാൻ പറ്റില്ല. എന്നിട്ടും എനിക്ക് എത്ര ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി അടിപൊളി അടിപൊളി. പക്ഷെ ഞങ്ങളത് ഫ്രീസായി നിൽക്കുകയാണ്, ഞാനും വേദയും ഏട്ടനും. വേദയ്ക്ക് പോപ്കോൺ വേണമെന്ന് പറഞ്ഞ് ഇവിടെ ഒരു ഹട്ട് പോലൊരു സ്ഥലം കണ്ടേ. അങ്ങനെ അങ്ങോട്ടേക്ക് വന്നു. വേദയ്ക്ക് അവിടെ നിന്ന് പോപ്കോൺ പറയാതെ അവൾ തണുത്ത് മരവിച്ച് പോയിട്ടോ. നമ്മളും അല്ലേ, കൈയൊക്കെ അനങ്ങുന്നില്ല. ഇവിടെയൊക്കെ ചെളിയടാ, കാല് അടിയിൽ വെള്ളം. എല്ലാം കാലിലൊക്കെ മുങ്ങുന്നു, കാലൊക്കെ വെള്ളം കയറി. നമ്മൾ ഡൽഹി പോയ അതേ അവസ്ഥ. അമ്മ എങ്കിലും രക്ഷപ്പെട്ടു. ഓ ഇപ്പം മഴ മാറിയേട്ടാ കുറച്ച്. കുതിര പോലത്തെ കാണല്ലോ പോണി മഴയത്ത്. പ്രാന്തളി എന്ന് തോന്നുന്നു. നമ്മളൊരു വണ്ടി പുറത്ത് കയറ്റി കൊണ്ടുവരാൻ നിന്നേണ്. ആ ക്രിസ്മസ് പാപ്പ പോകുമ്പോഴത്തെ വണ്ടി. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഒരുപാട് പാർക്ക് പോലെ കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. മഴയില്ലല്ലോ, തണുപ്പും കൂടെ ആയപ്പോഴേ സഹിക്കാൻ പറ്റുന്നില്ല. നമുക്ക് അവിടെ ആൾക്കാർ പോണത് കുതിരപ്പുറത്ത്. വേദയ്ക്ക് വാങ്ങിച്ച് കഴിക്കുന്ന അത്രയും ഞാൻ പിടിച്ചോ. എൻ്റെ കയ്യിരുന്ന പെട്ടെന്ന് തീരും. കഴിച്ചോ. ഇവിടെ നമ്മൾ മഴയ്ക്കാണ് മുമ്പ് വന്നിരുന്നെങ്കിൽ കുതിരപ്പുറത്ത് ഇങ്ങനെ വെള്ളത്തിലൂടെയൊക്കെ കുതിരയെ നടത്തിയാനേന്ന്. ഇനി പറ്റൂല, ഭയങ്കര മഴയായിപ്പോയി. ഇനി ഇങ്ങനെ തിരിച്ചു പോണാരി ആയിരിക്കുമ്പോഴാണ് കാലും കയ്യും ഒക്കെ തണുത്ത് മരവിക്കണം. ഇനി തിരിച്ച് കാറിൻ്റെ ദൂരം എങ്ങനെ പോടാ. നമ്മള് എങ്ങനെയെങ്കിലും അങ്ങോട്ട് എത്തുക, കാറിൽ ഹീറ്റർ ഓൺ ചെയ്യുക, ഇരിക്കുക. റൂമിലും തണുപ്പായിരിക്കും. ആലോചിക്കുമ്പോൾ തന്നെ ഇത്രയാണ്ട് മഴ പെയ്തില്ലല്ലോ. നമ്മള് കാലൊക്കെ തണുക്കണം. നീ പോപ്കോൺ കഴിച്ചിട്ട് വാങ്ങി പോവാ. മാഗിയൊക്കെ മണക്കണ്ടി ഒന്നും കഴിക്കാനുള്ളൊരു മൂഡിലില്ല. തണുപ്പ്. എങ്ങനെയെങ്കിലും വണ്ടി കയറി ഹീറ്റർ ഓൺ ചെയ്യണം. വെള്ളം പോണോക്ക് എന്തോന്ന് കൊടയും വേദയും കൂടെ പറക്കുന്നു. നല്ല ഫോഴ്സിന് നല്ല പൊക്കത്തിന് വെള്ളം വരുന്നുണ്ട്. ചെളി വെള്ളത്തിൽ ചവിട്ടാതെ വീണ്ടും ചെരുപ്പ് കഴുക്കാവും. കാറ്റ് കാറ്റ് മക്കളെ, കൊച്ചു പറന്നു പോകുന്നു. നമ്മള് കാറിൽ കയറിയതും വെയിൽ വന്നു കേട്ടോ. മഴയൊക്കെ മാറി വെയിൽ വന്നു. എന്താ പറയാ, walnut trees. I saw that all video yours. Only my family video, huh? Acha.
ഗ്രാമങ്ങളും വാൾനട്ട് ട്രീസ്. നമ്മൾ ഇനി ഹോട്ടൽ റൂമിലേക്ക് പോവാണ്. കാലാവസ്ഥ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ബൈസൺ വാലിയിലൊന്നും പോകുന്നില്ല. അവിടെ പോയാലും അവിടെ അടുത്ത് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനുള്ളൂ, മെയിനായിട്ടുള്ള സ്ഥലമില്ല. കുറേ പൈൻ ട്രീസുകളുടെ നടുവിലൂടെ നമ്മൾ പോവുകയാണ്. അറൗണ്ട് 10 lakh വരെ വരും ഒരു പൈൻ ട്രീയുടെ വില എന്നാണ് പറയുന്നത്. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെയാണ്, വീട് വെക്കാനാണ് ഉപയോഗിക്കുന്നത്, വീടിന് വേണ്ടിയിട്ട്. അത് ചുമ്മാ ഫോറസ്റ്റ് കൊടുക്കില്ല, ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് അത് പൈൻ ട്രീ ഒരാൾക്ക് എത്ര വേണമെന്ന് നോക്കിയിട്ട് അതനുസരിച്ചാണ് പൈൻ ട്രീ ഫോറസ്റ്റുകാർ നാട്ടുകാർക്ക് കൊടുക്കുന്നത്. റോഡ് ഫുൾ കുതിരയും കഴുതയും, കുതിര മാത്രമേ ഉള്ളൂ കേട്ടോ. റൈഡ് കഴിഞ്ഞിട്ട് വരികയാണ്, പിന്നെ വീട്ടിൽ പോകുന്ന കുതിരകൾ. ഹോട്ട് മിൽക്ക്, കേസർ മിൽക്ക്, വാട്ടർ ബോട്ടിൽ, हॉट चॉकलेट ഉണ്ട്. हॉट चॉकलेट है? एक मसाला टी, एक हॉट चॉकलेट, लेमन ब्लैक टी and lemon tea hot chocolate മസാല ടീ. ഓക്കെ, നമ്മൾ പെഹൽഗാം എല്ലാം കണ്ടു. ഇനി ബൈസൺ വാലി ഉണ്ട്, അവിടെ കാണാൻ പറ്റിയില്ല, അവിടെ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. പിന്നെ അതിൻ്റെ പരിസരത്ത് കുറച്ച് സ്ഥലങ്ങളിൽ നമുക്ക് പോണി കയറി പോകാൻ പറ്റും, പോയില്ല. കാലാവസ്ഥ ഭയങ്കര മോശമാണ്. നമ്മൾ ആക്ച്വലി ഇവിടെ റൂം എടുത്തതാണ്, പക്ഷേ നമ്മൾ ശ്രീനഗർ കണ്ടു കഴിഞ്ഞു. ഗുൽമർഗ് കണ്ടു, പെഹൽഗാം കണ്ടു. നാളെ നമ്മൾ സോൻമർഗ് പോവാണ്. അപ്പോൾ ഇവിടെ നിന്ന് സോൻമർഗ് പോകാൻ ഒരു 200 kilometers ഒക്കെ ഉള്ളൂ. എങ്കിലും പോകാനുള്ള ശ്രീനഗറിൽ നിന്നാകുമ്പോൾ കുറച്ചുകൂടെ അടുത്താണ്, 100 kilometer ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കരുതി നേരെ ശ്രീനഗർ റൂം എടുക്കാം. ഇവിടെ റൂം എടുത്തതാണ്. ഒന്ന് കട്ട് ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് വിളിക്കാം. വേറെ ചീമയെ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ശ്രീനഗർ റൂം എടുക്കാമെന്ന് എഴുതി. ഇവിടെ റൂം എടുക്കുന്നില്ല, നേരെ നമ്മൾ ശ്രീനഗർ പോവാണ്. പോകും വഴിക്ക് ചായ കുടിക്കാമെന്ന് എഴുതി. നല്ല അതല്ലേ പറഞ്ഞത്. ശ്രീനഗറിൽ നമ്മൾ റൂം എടുക്കുന്നു, പഹൽഗാമിൽ എടുക്കുന്നില്ല, നേരെ ശ്രീനഗർ പോവുകയാണ്. നല്ലൊരു വ്യൂ പോയിന്റ് ഒക്കെ കണ്ടു. അങ്ങനെ ഇവിടെ ചായ കുടിക്കാനായിട്ട് നിർത്തി, ചായ കുടിക്കാൻ പോവാണ്. ഐ തിങ്ക് ദാറ്റ് ഈസ് നോ ടീ. അവരുടെ ഭാഷയിൽ എന്തൊക്കെ പറയണേ. മസാല ടീ, മസാലയൊന്നും ഇല്ല ഇതില്. മസാല ടീ, പ്ലെയിൻ ടീ. ചേഞ്ച് ആയി പോയെന്ന് തോന്നുന്നു. അങ്ങനെ കൊള്ളാമോ? ചൂടാണെന്ന് അറിയാലോ ഹോട്ട് ചോക്ലേറ്റ്. നോക്കൂ കുട്ടികളെ, സൂര്യൻ നിൽക്കുന്ന നിപ്പ്. ആ മഴയത്ത് ഞങ്ങളെ തണുപ്പിച്ച് വിറപ്പിച്ച് നനപ്പിച്ച് കുളിപ്പിച്ചെടുത്തിട്ട് എന്ത് കാര്യമായിട്ട് സൂര്യൻ ഉദിച്ച് നിൽക്കുന്നു. ഇത് പഹൽഗാം കഴിഞ്ഞ് കുറച്ചൊരു 10-15 കിലോമീറ്ററിനുള്ളിലേ വരത്തുള്ളൂ കേട്ടോ. എന്താ പറയുക, ഇവിടെ എന്നാലും നമ്മളൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു. നമ്മുടെ ആവേശത്തിന് ആ സെക്കൻഡിൽ തന്നെ ചാടി ഇറങ്ങി മഴയും നനങ്ങി തണുത്ത് വിറച്ച് ഫ്രീസായി പോയി കേട്ടോ. അപ്പോൾ ഇതാണ് ശ്രീനഗറിൻ്റെ അവസ്ഥ. ചിലപ്പോൾ മഴയായിരിക്കും, ചിലപ്പോൾ വെയിലായിരിക്കും. എന്തായാലും ശ്രീനഗർ പഹൽഗാമിലെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ നേരെ ഹോട്ടൽ റൂമിലേക്ക് വന്നു. ശ്രീനഗറിലുള്ള റെഡ് ബ്രിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടൽ റൂമിലാണ് ഇന്നത്തെ സ്റ്റേ. അപ്പോൾ ആസിഫായിട്ടുള്ള ഫൈനൽ ഡേ ആണ്. ആസിഫായിട്ടുള്ള ഡീലിങ്സ് എല്ലാം വലിയ ലാഭം കിട്ടിയതായിട്ട് എനിക്ക് തോന്നിയില്ല. ആസിഫായിട്ടുള്ള പാക്കേജ് നിങ്ങൾക്ക് ഒന്ന് സംസാരിച്ച് നോക്കാം കേട്ടോ. ആസിഫിനുമായിട്ട് നിങ്ങളുടെ നാട്ടിലെ പാക്കേജും ആസിഫിൻ്റെ പാക്കേജും ഒക്കെ വെച്ചൊന്ന് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ എന്ന് തോന്നുന്നത് ആ ഒരെണ്ണം ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോഴേ ഞാൻ ഇനി അടുത്തൊരു ക്ലിപ്പ് പറയുന്നത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾ പലരും എന്നോട് ആവശ്യപ്പെട്ട കാര്യമാണ് ഡ്രസ്സൊക്കെ എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത്. അതിൻ്റെ വോയിസിൽ ചെറിയ ക്ലാരിറ്റി കുറവുണ്ട്, അതൊന്ന് ക്ഷമിക്കുക. ഞാൻ അല്ലാതെ വോയിസ് ഓവർ ചെയ്താൽ അത്രയും ക്ലാരിറ്റി ഞാൻ പറയുന്ന കാര്യങ്ങൾക്കുണ്ടാവില്ല. ലൈവ് വോയിസ് ആകുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ഒന്ന് ക്ഷമിച്ചുകൊണ്ട് കാണാം കേട്ടോ. ശ്രീനഗർ കാഴ്ചകൾ നമ്മൾ ഏകദേശം കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ലഡാക്കിലേക്കാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ 3 days കാണാനേ ഉള്ളൂ. ആദ്യത്തെ ദിവസം ഗുൽമാർഗ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ നമ്മൾ ബൈ റോഡാണെങ്കിൽ പഹൽഗാം ആട്ടോ ഏറ്റവും ബെസ്റ്റ്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഡേ ഗുൽമാർഗ്, തേർഡ് ഡേ ശ്രീനഗർ. ശ്രീനഗറിൽ ഇവിടെ കുറച്ച് ഗാർഡനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഡാൽ ലേക്ക് മസ്റ്റ് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഡാൽ ലേക്ക്. 3 days ഉള്ളൂ. ഞാനൊരു 5 days ഒക്കെ വേണമെന്ന് പറയാനാണ് വന്നത്. 5 daysനൊന്നും ഇവിടെ ഇല്ല കേട്ടോ. പിന്നെ കുറേ അല്ലാതെ കാണാനും കേൾക്കാനും നമ്മൾ കണ്ട പോലത്തെ സ്ഥലങ്ങൾ വീണ്ടും ഒക്കെ ഉണ്ട്.
നല്ല അടിപൊളി സ്ഥലമാണ്. മസ്റ്റായിട്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം കേട്ടോ. അപ്പോൾ ഞാൻ 5 days എന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പോൾ ഇതിൽ എനിക്ക് കൂടുതൽ കാണാനില്ലാത്തതുകൊണ്ട് നമുക്ക് 3 days കാണേണ്ടതെല്ലാം മാക്സിമം കണ്ടിട്ട് 4th day നമ്മൾ ലഡാക്കിലേക്ക് പോവുകയാണ്. നാളെ നമ്മൾ സോൺമാർഗിലേക്കാണ് പോകുന്നത്. സോൺമാർഗ് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം കേട്ടോ. 4 days വേണം. കാശ്മീർ, പഹൽഗാം, ഗുൽമർഗ്, ശ്രീനഗർ, ഡാൽ ലേക്ക് എല്ലാം, ശ്രീനഗർ സിറ്റി ഫുൾ, പിന്നെ സോൺമാർഗ്. അപ്പോൾ സോൺമാർഗ് നമ്മൾ ലഡാക്കിൽ പോകുന്ന വഴി ആയതുകൊണ്ടാണ് ഞാനത് വിട്ടു പോകുന്നത് കേട്ടോ. നാളെ നമ്മൾ സോൺമാർഗിലേക്ക് പോയി അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഇന്നിപ്പോൾ പഹൽഗാമിൽ വേണമെങ്കിൽ സ്റ്റേ ചെയ്യാമായിരുന്നു. പിന്നെ അവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ കുറച്ച് മോശം. നമ്മൾ നാളെ നേരെ സോൺമാർഗ് പോകുന്നു. എനിക്ക് കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനും മറ്റൊക്കെ ഉള്ളതുകൊണ്ട് നേരെ ശ്രീനഗറിൽ വന്ന് റൂം എടുത്തിട്ട് രാവിലെ കുറച്ച് പതിയെ സോൺമാർഗ് പോകാൻ നേരി. ശരിക്കും നമ്മൾ പറയുകയായിരുന്നെങ്കിൽ ശ്രീനഗറിൽ നിന്ന് നമ്മൾ ലഡാക്കിൽ പോകുന്ന വഴിക്ക് കാർഗിലെ റൂം എടുക്കത്തുള്ളൂ. പക്ഷേ സോൺമാർഗ് കഴിഞ്ഞിട്ട് സോജില പാസ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഒരു ദിവസം അങ്ങോട്ടേക്ക് വേണ്ടി, ഒരു ദിവസം ഇങ്ങോട്ടേക്ക് വേണ്ടി അങ്ങനെ വിടുന്നുള്ളൂ. അവിടെ അത് റോഡ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നാളെ അവിടെ നിന്നുള്ള വണ്ടി ഇങ്ങോട്ട് വരുന്ന ദിവസമാണ് സോൺമാർഗ് വരെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കരുതി നാളെ സോൺമാർഗ് സ്റ്റേ ചെയ്തിട്ട് മറ്റന്നാൾ കാർഗിൽ സ്റ്റേ ചെയ്ത് അത് കഴിഞ്ഞ് ലഡാക്ക് പോകാൻ തരും. കാരണം റോഡ് കുറച്ച് നേരമാണ്. പിന്നെ പോകുന്ന വഴിക്ക് കുറേ മെമ്മോറിയൽ, കാർഗിൽ മെമ്മോറിയൽ, ദ്രാസ് മെമ്മോറിയൽ, അങ്ങനെ ഇപ്പം കുറച്ച് സ്ഥലങ്ങൾ, സോൺമാർഗിൽ കുറച്ച് വ്യൂ അങ്ങനെയൊക്കെ ഉള്ളത് കാണാനുണ്ട്. അതുകൊണ്ട് പതിയെ നമ്മൾ എത്തത്തുള്ളൂ. അതുകൊണ്ടാണ് ഡയറക്റ്റ് കാർഗിൽ സ്റ്റേ ചെയ്യാം. കാർഗിൽ വരെ പോകാൻ പറ്റാത്തതുകൊണ്ടാണ് സോൺമാർഗ് നമ്മൾ സ്റ്റേ ചെയ്തത്. ഇപ്പോഴത്തെ പ്രശ്നമല്ല. എന്നോട് പലരും ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങളെ ഡ്രസ്സൊക്കെ എങ്ങനെയാണ്, ഏതാണ്, ഇത്രയും ദിവസത്തേക്ക് എങ്ങനെ കൊണ്ടുപോയി എന്നൊക്കെ ചോദിച്ചു. ഞങ്ങൾ ആക്ച്വലി ഈ നമ്മുടെ ഹൈ റൈഡറിൽ ഡിക്കി സ്പേസ് വളരെ കുറവാണ്. 3 കുഞ്ഞ് ഇതുപോലത്തെ ട്രോളി ഞങ്ങളുടെ 3 പേരുടെയും മെയിനായിട്ട് വേണ്ട ഡ്രസ്സുകൾ ഇതിൽ കൊള്ളുന്നത് അത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നർ വെയേഴ്സ് 2 ബാഗിലായിട്ട്, ബ്ലാക്ക് കളർ ബാഗിലായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ ഏട്ടൻ്റെയും വേദയുടെയും ഇന്നർവെയർ, ഇതിൽ എൻ്റെ ഇന്നർവെയർ, പിന്നെ നൈറ്റ് സ്യൂട്ട്സ് ഇടാനുള്ള നൈറ്റ് ഡ്രസ്സുകളെല്ലാം, പിന്നെ വേറൊന്നിൽ സോക്സ്, ജാര്, തൊപ്പി, കിപ്പി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇട്ട് മുഷിങ്ങിയ തുണികൾ ഇടാനായിട്ട് ഒരു ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കീറി നാശമായിട്ടോ. ഇതൊരു വലിയ ബാഗ്. ഞാൻ കുംഭമേളയ്ക്ക് പോയപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഡ്രസ്സുകൾ ഇട്ട് മുഷിങ്ങിയത് നമുക്ക് ട്രാവൽ ചെയ്തിട്ട് വരുമ്പോൾ ഇടാൻ വേണ്ടി വാങ്ങിച്ചതാണ്. അത് കീറി കേട്ടോ. ഇനി തിരിച്ച് പോകുമ്പോൾ വരെ അതേ കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ജാക്കറ്റുകളൊക്കെ എടുത്തിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടുവന്നില്ല. പിന്നെ ഈ ഒരു സ്നാക്സ് ബോക്സ് കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. കുറച്ച് ചിപ്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒന്നും കിട്ടാതെ വരുമ്പോൾ കഴിക്കാനായിട്ട് കുറച്ച് സ്നാക്സ്, പിന്നെ പിക്കിള്, ന്യൂട്ടല്ല, അങ്ങനെയൊക്കെ വേണ്ട 2 പ്ലേറ്റ് കാര്യങ്ങളൊക്കെ അതിൽ എടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ കൊണ്ടുവന്ന ബാഗ് എന്ന് പറയുന്നത്. ഇത് ഇത്രയും നമുക്ക് തികയോന്ന് ചോദിച്ചാൽ 30 ദിവസത്തേക്ക് ഇത് തികയത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഇട്ട് മുഷിഞ്ഞ ഡ്രസ്സുകൾ നമ്മൾ ഒരു ദിവസം സ്റ്റേ കിട്ടുന്ന സ്ഥലത്ത് ഹോട്ടൽ റൂംസിൽ ഡ്രൈ വാഷിന് കൊടുക്കും. ഇപ്പം ഇന്നിപ്പോൾ രാത്രി വന്ന് നാളെ രാവിലെ പോവുകയാണെങ്കിൽ ഡ്രൈ വാഷിന് കൊടുക്കില്ല. കാരണം അത് കിട്ടത്തില്ല. അപ്പോൾ ഇന്ന് സ്റ്റേ ചെയ്ത് നാളെ നമ്മൾ നിൽക്കണം, മറ്റന്നാളെ പോവുകയുള്ളെങ്കിൽ ഇന്ന് കൊടുത്താൽ മറ്റന്നാൾ രാവിലെ ഒരു ഡ്രൈ വാഷ് ചെയ്ത് തരും. ഡ്രൈ വാഷ് ഇന്നർവെയർ ഉൾപ്പെടെ ഹോട്ടൽസിൽ ഡ്രൈ വാഷ് ചെയ്ത് തരും. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ തുണികൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ റൂമിൽ വന്നിട്ട് കഴുകിയിടാനുള്ള ടൈമൊന്നും കിട്ടില്ല. ചിലപ്പോൾ അങ്ങനെ ടൈമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇന്നർ വെയേഴ്സൊക്കെ ജസ്റ്റ് വാഷിംഗ് പൗഡറൊക്കെ കരുതിയിട്ടുണ്ട്. വാഷിംഗ് പൗഡർ, സോപ്പ്, ചീപ്പ്, കോപ്പ് എല്ലാം കരുതിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിടും. ഇല്ലെങ്കിൽ നമുക്ക് 2 ദിവസം സ്റ്റേ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഹോട്ടൽ റൂമിൽ ഡ്രൈ വാഷിന് കൊടുക്കും. അവർ നല്ല നീറ്റായിട്ട് ഡ്രൈ വാഷ് ചെയ്ത് തരും. അത് എൻ്റെ വീണ്ടും യൂസ് ചെയ്യും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. ഒരുപാട് പേര് ചോദിച്ചു. ഇന്നത്തെ റൂം ടൂർ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഒരു ലിവിങ് ഏരിയ ഉണ്ട്. അപ്പോൾ ഞാൻ കരുതി കുറച്ച് ഇന്നേഴ്സ് 2-3 ദിവസത്തെ പെൻഡിങ് കിടപ്പുണ്ട് കേട്ടോ. ഇനി ഇന്നർ കഴുകിയിട്ടില്ല എങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇടാനുണ്ടാവില്ല. അപ്പോൾ കുറച്ച് ഇന്നർ ഒന്ന് വാഷ് ചെയ്തിടാമെന്ന് കരുതി. ബാക്കി ആ മടക്കുന്നതെല്ലാം ഞാൻ മുഷിഞ്ഞ തുണികളാണ്. അത് ഇനി നമ്മൾ ലഡാക്കിൽ പോയി ഒരു 7-8 ദിവസം ഉണ്ടാവുമെന്ന് പറഞ്ഞു. ലഡാക്കിൽ സ്റ്റേ ചെയ്യുന്ന ദിവസം ഡ്രൈ വാഷിന് കൊടുക്കേ. പിന്നെ അവിടുത്തെ ഒരു ടോയ്ലറ്റ് ആ ബക്കറ്റിലിട്ട് ഞാൻ കഴുകിയെടുക്കും. പിന്നെ അതേ ഇവിടെ ഒരു ബെഡ്, ഒരു ഫ്രിഡ്ജ്, കെറ്റിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരു വാർഡ്രോബ് ഉണ്ട്. പിന്നെ ഇത് സോഫ സെറ്റിയാണ്. ഇതിനെ വേണമെങ്കിൽ ബെഡായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ ചിലർ ആവശ്യപ്പെടുന്ന കാര്യങ്ങളായിട്ടാണ് പറഞ്ഞത്. വേറെ വീഡിയോ എടുക്കുന്നു, വേറെ കൈ കഴിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഡിന്നർ ഇവിടെ കോംപ്ലിമെൻ്ററി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം. നെച്ചത്തെ ഫുഡ് എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ തേപ്പായിരുന്നു ആ ഫുഡ്. ഇതാണ് പുലാവ്. ഞാൻ ഈ സാധനമാണ് ഉച്ചയ്ക്ക് ഓർഡർ ചെയ്തത്. പക്ഷെ വന്നത് വേറെന്തോ. എടാ റൊട്ടി വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞു. ഞാൻ വെച്ചേരട്ടെ. മനസ്സിലേ, നമ്മൾ ഒരുമാതിരി റിയാക്ഷൻ ഇട്ടപ്പോൾ കഴിച്ചിട്ട് വേണമെങ്കിൽ എടുക്കാം. വേണോ?
दाल मखनी होगी। ഡാല് വേണ്ട. ബട്ടർ പനീർ ആൻഡ് ചിക്കൻ ബട്ടർ. പനീർ ഭയങ്കര ഇഷ്ടമാണ്. क्या है? ഹൽവ, കശ്മീരി ഹൽവ. ആൻഡ് ബട്ടർ ചിക്കൻ. അപ്പം നീ റൊട്ടി വന്നിട്ട് കഴിക്കണമല്ലോ. ഞാൻ കഴിക്കാൻ പോകുന്നു വേണമെന്നുള്ളൊരു ഇല്ലാതിരിക്കും. हम तो यूट्यूब है, क्या साथ है? കഴിച്ചിട്ട് വേണം കിട്ടും. കട്ട് വെജിറ്റബിൾസ്, മോർ വെജിറ്റബിൾസ് മോർ ഹെൽത്തി. എവിടെ ഇരിക്കണം നമ്മൾ? ഇവിടെ. നമുക്ക് കൈമതി. ആദ്യം നമ്മുടെ ഇവരെല്ലാത്തിലും ആൽമണ്ട്സ് ഒക്കെ ഇടും കേട്ടോ നിറച്ച്. ഇവിടെ പിന്നെ നല്ല ലാഭത്തിന് കിട്ടുന്നുണ്ടാവാം. കൊള്ളാട്ടോ, ജീരകത്തിൻ്റെ ഒരു ഇത്. പനീർ കൊള്ളാം, ഇത് ഇഷ്ടപ്പെട്ടു. എനിക്ക് പനീർ പൊതുവെ ഇഷ്ടമാണ്. കടായി ചിക്കൻ ചിക്കനും കൊള്ളാം, അതും കൊള്ളാം, എല്ലാം കൊള്ളാം. ഏത് കഴിക്കും? സോ നമ്മുടെ കാശ്മീർ വിശേഷം ഇന്ന് ഇവിടെ കഴിയാണ്. നാളെ രാവിലെ നമ്മൾ ശ്രീനഗറിൽ നിന്നും ലഡാക്കിലേക്ക്, നമ്മുടെ ട്രിപ്പിൻ്റെ അവസാനത്തിലേക്ക് നാളെ പോവുകയാണ്. ലഡാക്കല്ല നാളെ സ്റ്റേ, നാളെ സോൻമർഗാണ് പോകുന്ന വഴി. അപ്പോൾ നമുക്ക് നാളെ സോൻമർഗ് യാത്രയായിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.